الله 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 عليه توكلوا الله الله الله. ആരെയാണ് നീ ഭരമേൽപ്പിക്കുന്നത് എന്ന് നീ ഓർക്കണം. ആരെയാണ് നീ ഭരമേൽപ്പിക്കുന്നത് എന്ന് നീ ഓർക്കണം. നീ ആരെയാണ് ഭരമേൽപ്പിക്കുന്നത്, ആ ആളെ നീ ഒന്നോർക്കണം. ആ ആളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ആരെയാണ് നീ ഭരമേൽപ്പിക്കുന്നത് എന്ന് നീ ഓർക്കണം. ആരെയാണ് ആരെയാണ് هو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. ആരെയാണ് അവൻ? ഏറെ പൊറുക്കുന്നവനാണ്. ഏറെ ഗാഫിർ, ഗഫാർ, അതിനേക്കാൾ സൂപ്പർലേറ്റീവാണ് ഗഫൂർ. അവൻ ഏറെ എന്ത് പൊറുക്കത്തെ, എന്ത് പൊറുക്കും. അൽ വദൂദ്, അവൻ ഏറെ സ്നേഹിയാണ്. അവനെ പോലെ ഒരു സ്നേഹിയില്ല. അവനെ പോലെ വേറെയും ഒരു സ്നേഹിയുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ നീ കഫറായി. അപ്പോൾ കഫർ. അവനെ പോലെ ഒരു സ്നേഹിയുണ്ട്, എൻ്റെ പെണ്ണുങ്ങളും പഠിച്ചവനെ പോലെ സ്നേഹിയാണ് എന്ന് വിചാരിച്ചാൽ നീ അപ്പം സെക്കൻഡ് കഫർ. എൻ്റെ പെണ്ണുങ്ങൾ വല്ലാത്തൊരു പെണ്ണ്, പഠിച്ചവൻ്റെ സ്നേഹമാണ്, പഠിച്ചവനെ പോലെയാണ് ഉള്ള സ്നേഹം എന്ന് വിചാരിച്ചാൽ ഈ അപ്പ കഫർ. പഠിച്ചവനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ആളാണ് മൊഹീദ്ദീൻ ശൈഖ് എന്ന് വിശ്വസിച്ചാൽ അപ്പ കഫർ. അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് ജനങ്ങളെ സ്നേഹിക്കാൻ വിശാല ഹൃദയമുള്ള ആളാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിശ്വസിച്ചാൽ അത് മുഅ്മിനാണ്. അള്ളാഹിനെ പോലെ ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ, അവന് പകരം അവനെ പോലെ ഇല്ല. എന്തിൽ? ഫി അഖ്വാലിഹി വഫഅലിഹി വഅഹ്വാലിഹി, ഒന്നിലും ഇല്ല. ഇല്ല. ഏറെ സ്നേഹിക്കുന്നവനാണ്. അവനേറെ സ്നേഹിക്കുന്നവനാണ്. ഞാനൊരു ചരിത്ര ഉപമ എന്ന് പറയാം. ഒരു ചരിത്ര ഉപമ. ഒരു മജ്‌ലിസിലിരുന്ന് ഉറങ്ങരുത്. ഞാൻ ഇന്നൊരു ചരിത്ര ഉപമ പറയാം. ചരിത്രത്തിൽപ്പെട്ട ഒരു ഉപമ, ഒരു സംഭവം ഒരു ഉപമയായി പറയാം. അള്ളാന്റെ ഉൽപ്പത്തനം. ഒരിക്കൽ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ ജ്യേഷ്ഠൻ മരിച്ചു, സയ്യിദുനാ ഹാറൂൻ. ബൈബിളിൽ അഹറോൻ അഹറോൻ എന്ന് കാണാം. ബൈബിളിൽ സയ്യിദുനാ ഹാറൂൻ വഫാത്തായി. അങ്ങനെ ഖബർ കുഴിച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറവ് ചെയ്യുകയാണ്. മറവ് ചെയ്തു, കഫൻ ചെയ്ത് മറവ് ചെയ്തു ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ. തന്റെ സ്നേഹിതന്റെ സഹോദരൻ ഹാറൂനെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ تذكر مفارقته له وظلمة قبره. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുണ്ടായിരുന്ന, മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന, എപ്പോഴും കൂടെയുണ്ടായിരുന്ന സഹോദരനെ ഓർത്തുപോയി. വിട്ടുപിരിയ. എന്റെ ഹാറൂൻ എപ്പോഴും ഞാനുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോ ആരാ ഉള്ളത്? ഓർത്തുപോയി. എന്റെ ഹാറൂൻ വിട്ടുപിരിയ. ഇനിയിപ്പോ എന്റെ ഹാറൂനെ ആരാ ഉള്ളത്? ഓർത്തുപോയി. ഖബറിന്റെ ഇരുട്ടും ഓർത്തുപോയി. ആര്? സാലിസുൽ ബഷർ. മനുഷ്യരാശി കണ്ട ഏറ്റവും മൂന്നാമത്തെ മഹാൻ. ഒന്ന് മുഹമ്മദ്, രണ്ട് സയ്യിദ് ഇബ്രാഹിം, മൂന്ന് മൂസ. സാലിസുൽ ബഷരി ഷറഫൻ വഫളൻ, ഷറഫിലും ഫളലും മനുഷ്യ ചരിത്രം കണ്ട മൂന്നാമത്തെ മഹാനാണ് സയ്യിദ്ന. അതിന് മേലെ ഇനി ഒരാളില്ല.
136 തവണ ഖുർആൻ പേര് പറഞ്ഞ സയ്യിദുനാ മൂസ. 136 വട്ടമാണ് മൂസാ നബിയുടെ പേര് ഖുർആൻ പറഞ്ഞത്. 136 വട്ടം പറഞ്ഞു. അത് ഒന്നാമത്തെ ജുസ് മുതൽ അവസാനത്തെ 30 ജുസിലുണ്ട്. മൂസാ നബിയുടെ പേരില്ലാത്ത ഒരു ജുസില്ല. അവസാനത്തെ ജുസിലില്ലേ? ഓർമ്മല്ലേ? ഹൽ അതാക ഹദീസ് മൂസ, ഹൽ അതാക ഹദീസ് മൂസ إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. അവസാനത്തെ ജുസ്ഇൽ നബ കഴിഞ്ഞാൽ അടുത്ത സൂറത്ത്, നബിന്റെ തൊട്ടടുത്ത സൂറത്ത്, അമ്മ സൂറത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത്, സൂറത്ത് നാസിയാത്തിലുണ്ട്. ആരുടെ പേര്? സയ്യിദുനാ മൂസ. 1-ാം ജുസിലുണ്ട്, 30-ാം ജുസിലുണ്ട്. 136 തവണ ഖുർആൻ പേര് പറഞ്ഞ മഹാനാണ് സയ്യിദുനാ മൂസ. തന്റെ ജ്യേഷ്ഠനായ സയ്യിദുനാ ഹാറൂൻ വഫാത്തായി. പിന്നെ മൂസാ നബി എന്ത് ചെയ്തു? നേതൃത്വത്തിൽ ഖബർ കുഴിച്ചു, കഫൻ ചെയ്തു, മറവ് ചെയ്തു. അപ്പോൾ കരഞ്ഞു, മനുഷ്യനാ സയ്യിദുനാ മൂസ. ആരും പേടിച്ചില്ല, ആരും പേടിച്ചില്ല. ഫിർഔന്റെ അടുത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞപ്പോൾ ആകെ പറഞ്ഞത് ഹാറൂന അഖി, എൻ്റെ സഹോദരൻ ഹാറൂനെയും കൂടി അയച്ചേർന്നു. ഒറ്റക്ക് പോരാ, ഓനും കൂടി വേണം. ഹാറൂൻ പാവമാണ്, ഹാറൂൻ പച്ചപ്പാവ, നല്ല ഹാറൂനാണ്. അഖി ഹാറൂൻ വഅഫ്സഹു മിന്നി, വർത്തമാനം പറയാൻ എന്നെക്കാൾ കഴിവുള്ളത് എൻ്റെ സഹോദരൻ ഹാറൂനാണ്. ഓർമ്മല്യാരംഗം ഹാറൂനെ പറഞ്ഞു ചേർന്നു. ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് ഹാറൂന്റെ പേരുണ്ട്. അഹറോൻ എന്നാണ് ബൈബിൾ. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട് ഹാറോൻ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ജ്യേഷ്ഠൻ മരിച്ചു, മറവീരു. അപ്പോൾ ഫബക, മൂസ നബി കരഞ്ഞു. ഖബറിന്റെ ഇരുട്ട്, നീ കൂടാളില്ലല്ലോ, ഇതുവരെ എൻ്റെ ഹാറൂൻ ഞാനുണ്ട്, ഒരു പാവമാണ്. ഇനിയിപ്പോൾ ആരാളുള്ളത്? ഓർത്തുപോയി. ആര്? സയ്യിദുനാ മൂസ. ഫഔഹല്ലാഹു ഇലാ മൂസ, അപ്പോൾ മൂസാ നബിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. യാ മൂസ, മൂസ, ഇവിടെ നീ ശ്രദ്ധിക്കണ്ടേ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഖബറിനെ പറ്റി പ്രസംഗിച്ചിട്ട് ചുരുങ്ങിയത് ഒരു 15 കൊല്ലത്തിൽ അറിയിട്ടുണ്ട്. അതിനിടയിൽ ഒരുപാട് നാട്ടുകാർ ഖബറിനെ പറ്റി ഒരു പ്രസംഗം നടത്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഇനി ഒരുപാട് കാരണം, ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഖബർ എന്നത് പലർക്കും പിരിവ് നടത്താനുള്ള ഒരു വഴിയാണ്. അത് ഖബറിനെ പറ്റി പറഞ്ഞിട്ട് ആളുകളുടെ എന്ത് ചെയ്യാനറിയാം? ആളുകൾ ടെമ്പറേച്ചർ കൂട്ടുക, എന്നാൽ ബക്കറ്റ് കൊടുത്താൽ ഒരു പൈസ കിട്ടി. കാരണം ഞാൻ ഖബറിനെ പറ്റി അങ്ങനെ പ്രസംഗിക്കാറില്ല. ഖബർ ഒരു കച്ചവട മാർക്കറ്റിംഗ് ആയിട്ടാണ് പലരും ഉപയോഗിക്കുന്നത് എന്നത് കൊണ്ടും, പിന്നെ ഖബറിനെ അങ്ങനെ പ്രത്യേകിച്ച് പേടിയില്ലാത്തത് കൊണ്ടും ഞാൻ ഖബറിനെ പറ്റി അങ്ങനെ ഒരു 15 കൊല്ലമായി ഞാൻ പ്രസംഗിച്ചിട്ടില്ല. സ്റ്റേജിൽ പോയി ഇരുന്നിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട് ഖബറിനെ പറ്റി ഒരു പ്രസംഗം നടത്തി. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപിരിച്ചു, ഞാൻ പറഞ്ഞില്ല. എനിക്കിഷ്ടമല്ല, മാനസികമായി ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഖബറിലേക്ക് ഏൽപ്പിക്കുന്നത് എൻ്റെ റബ്ബിനെയാണ്. റബ്ബ് ഈ നിൽക്കുന്ന ആൾക്കാൾ റഹ്മത്തുള്ളവനാണ്. പിന്നെന്തിനാ പഠിക്കുന്നത്? ഖബറിൽ ഏൽപ്പിക്കുന്നത് ആരെയാ? പെണ്ണുങ്ങളെയല്ല. പെണ്ണുങ്ങളാണെങ്കിൽ ഓൾ അവിടെ ഇട്ടിട്ട് നമ്മളെ കുത്തും എന്ന് വിചാരിക്കാം. ഏതായാലും ഈ ഒരാളും നിങ്ങളെ മുരീദന്മാരും ഇല്ല, നിങ്ങളെ ദാറുൽ ഖുർആനും ഇല്ല, നിങ്ങളെ ആരുമില്ല. ഇവിടെ ഇട്ട് നിങ്ങളെ കുത്താൻ പറ്റിയൊരു സ്ഥലമാണെന്ന് വിചാരിച്ച അവിടെ ഇട്ടോള് കുത്തും. അതിന് ഓളവിടെ ഉണ്ടാവില്ല. അൽഹംദുലില്ലാ, ഓളുണ്ടാവില്ല, ഓള് ഖബറിലുണ്ടാവില്ല. അമ്മൂശാക്കെ മൂപ്പരും കുത്തണ്ട പല പണി ഞാൻ എടുത്തിട്ടുണ്ട്. മൂപ്പരും കുത്തൂല, മൂപ്പരും പഠിക്കണ്ട, അവിടെ പഠിക്കണ്ട. അമ്മായിമ്മയും കുത്തൂല, ആരും കുത്തൂല, ആരും കുത്തൂല. ചങ്ങായിമാരില്ല. കടം കൊടുത്തവർ ചോദിച്ച് ദേഷ്യപ്പെട്ടവരുണ്ട്, കടം ചോദിച്ചിട്ട് തരാത്തവരുണ്ട്. അങ്ങനെ പല പല ആളുകളുണ്ട്. ഓരോന്നും അവിടെ ഉണ്ടാവില്ല, കുത്തൂല, ഒരൊന്നും പഠിക്കില്ല. ഇവരെക്കാളും കരുണയുള്ള ഒരാളുണ്ട് അവിടെ. ആര്? അല്ലാഹ്.
ഈ വാക്കിനി മറക്കരുത്. മൂസാ നബിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത വഹി മറക്കരുത്. എന്താ പറഞ്ഞേ? പിന്നെ കബറിൽ തേളുണ്ട്, പാമ്പുണ്ട്, ആയിക്കോട്ടെ, എനിക്കോട്ടെ, എനിക്കെന്താ പാമ്പുണ്ടാവും, എനിക്കെന്താ? സൗദി അറേബ്യയിൽ ഇഖാമ കൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റോട്ടുമ്മ കൂടി നടക്കുമ്പോൾ 999 വണ്ടി പോകുകയാണെങ്കിൽ നടക്കണ്ട? പോലീസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട? മനസ്സിലാണ്ട് പറഞ്ഞത്? അത് നിനക്ക് ആ കൂട്ടത്തിൽ ആരോ പിടിക്കാനാണ് പോലീസ് നടക്കുന്നത്. ഈ അതല്ല കൂടുതലില്ലല്ലോ. നിന്നെ പിടിക്കപ്പെടേണ്ട രാജ്യത്തിന് പോയല്ലോ. ഈ നിയമം ലംഘിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? പിന്നെ നിയമം ലംഘിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ, നിയമം ലംഘിച്ചിട്ടുണ്ട്. ആരുടെ നിയമം? അർഹമുറാഹിമീന്റെ നിയമം. അർഹമുറാഹിമീൻ എന്തിനു പഠിക്കണ്? വീരാൻകുട്ടി നിയമമാണെങ്കിൽ കുടുങ്ങി, അവറാന്റെ നിയമമാണെങ്കിൽ കുടുങ്ങി. എന്റെ പേരെന്താ? നിങ്ങളെ പേരെന്താണെങ്കിൽ പറയും. ശംസുദ്ദീൻ നിയമമാണെങ്കിൽ കുടുങ്ങി, അവിടെ ഇട്ട് കുത്തും. അബ്ദുള്ള നിയമമാണെങ്കിൽ കുടുങ്ങി, അഷ്റഫ് ഉസ്താൻ നിയമമാണെങ്കിൽ കുടുങ്ങി, അൻവർ നിയമമാണെങ്കിൽ കുടുങ്ങി. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ. സ്ഥിരമായി ക്ലാസ്സിൽ വന്നിരുന്ന ഒരാൾ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, കുറച്ച് ക്ലാസ്സിൽ വന്നില്ല, നിങ്ങളെപ്പറ്റി എനിക്കൊരു തെറ്റിദ്ധാരണ തോന്നുന്നു. ആയിക്കോട്ടെ, ഇന്ന് മുതൽ പിന്നെയും വന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഇറങ്ങുമ്പോൾ പിന്നെയും തെറ്റിദ്ധാരണ വരും, പിന്നെയും 4 ആഴ്ച വരണ്ട, പിന്നെയും ശരിധാരണ വരും, പിന്നെയും വന്നോളി. അങ്ങനെ വന്നും പോയി നമ്മൾ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരും വരണമെന്നില്ല. ഇവിടെ ഞാൻ വരണമെന്നേ എനിക്കുള്ളൂ. നിങ്ങളാരും ഇല്ലാത്ത കാലത്തും ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കൊറോണ ഒരാൾ ഇവിടെ കയറിയിട്ടില്ല, ഞാൻ ക്ലാസ് എടുത്തു. ആരുമില്ല, ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് പിരാന്തനെ പോലെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. മുന്നിലൊരു മനുഷ്യല്ല, ഞാൻ പിരാന്തനെ പോലെ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അനക്കൊരാളെയും ആവശ്യമില്ലാന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല 800 കോടി ജനങ്ങൾക്ക് കൊറോണ കൊടുത്തത് എന്നെന്റെ വിശ്വാസം. അപ്പൊ നോക്ക്, നിങ്ങൾ ആരെ അഭയം തേടിക്കോ? ആരെ? അല്ലാഹ്. ഒന്നും ആലോചിക്കണ്ട. കരഞ്ഞുപോയി സയ്യിദുനാ മൂസ. അപ്പോൾ അല്ലാഹു തആല വഹി അറിയിച്ചു, യാ മൂസ ലൗ അദിൻതു ലി അഹ്ലിൽ ഖുബൂരി അൻ യുഖ്ബിറൂക ബിൽതുഫി ബിഹിം ലഅഖ്ബറൂക. ലൗ അദിൻതു ലി അഹ്ലിൽ ഖുബൂരി. എനിക്കണ്ട നല്ല വർത്താനാണ്. ലൗ അദിൻതു ലി അഹ്ലിൽ ഖുബൂരി അൻ യുഖ്ബിറൂക ബിൽതുഫി ബിഹിം ലഅഖ്ബറൂക. ലൗ അദിൻതു ഏതിക്കണേ ലൗ അദിൻതു ലി അഹ്ലിൽ ഖുബൂരി അൻ യുഖ്ബിറൂക ബിൽതുഫി ബിഹിം ലഅഖ്ബറൂക. ലൗ അദിൻതു, ഞാനെങ്ങാനും സമ്മതം കൊടുത്താൽ, ആർക്ക്? ലി അഹ്ലിൽ ഖുബൂരി, ഖബറാളികൾക്ക് ഞാൻ സമ്മതം കൊടുത്താൽ. എന്തിന് സമ്മതം കൊടുത്താൽ? അൻ യുഖ്ബിറൂക, നിന്നോടെന്ന് എണീറ്റു പറയാൻ. ബിലുതുഫി, ഞാൻ ചെയ്ത മാർദ്ദവം കൊണ്ടും ലാളിത്യം കൊണ്ടും ഓമനത്വം കൊണ്ടും. ബിഹിം, അവരോട് ഞാൻ കാട്ടിയ മാർദ്ദവത്വം, മിനിസത്വം, ലാളിത്യം, ഓമനത്വം കൊണ്ട്, ഞാൻ അവരോട് ചെയ്ത മാർദ്ദവത്വം, ഓമനത്വം കൊണ്ട് ഒന്ന് നിന്നോട് പറയാൻ ഞാൻ അവർക്ക് സമ്മതം കൊടുത്താൽ ലഅഖ്ബറൂക, ഈ ഭൂമിയിലെ കോടാനക്കോടി മണ്ണിൽ കിടക്കുന്ന ആളുകൾ എണീറ്റ് നിന്നോടത് പറയുമായിരുന്നു. സുബ്ഹാന ജല്ല വഅല. പിന്നെ എന്തിനാ പഠിക്കുന്നത്? നിന്റെ ജേട്ടിന് ആളില്ലാന്നോ? ഞാനാരാ പറഞ്ഞത് മനസ്സിലായോ? മൂസ, അപ്പോൾ അല്ലാഹു തആല മൂസാ നബിക്ക് വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? യാ മൂസ ലൗ അദിൻതു ലി അഹ്ലിൽ ഖുബൂരി, എന്ത്? ലി അൻ യുഖ്ബിറൂക ലൗ അദിൻതു ലി അഹ്ലിൽ ഖുബൂരി അൻ യുഖ്ബിറൂക ബിൽതുഫി ബിഹിം. ഞാൻ ഈ ഖബറിൽ കിടക്കുന്ന കോടാനക്കോടി മനുഷ്യന്മാരോട് ചെയ്ത ഓമനത്വം, ലുതുഫ്, മാർദ്ദവത്വം, മിനുസമായ ആഗ്രഹിച്ചു പോകുന്ന ലാളിത്യമുള്ള പെരുമാറ്റം ഞാൻ അവരോട് കാട്ടിയത് അവർ നിന്നോട് പറയാൻ ഞാൻ അവർക്കൊന്ന് സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ ലഅഖ്ബറൂക, ഈ ഭൂമിയിലുള്ള കോടാനക്കോടി ഖബറാളികൾ എണീറ്റ് നിന്നോട് പറയുമായിരുന്നു. എന്താ മൂസ നീ വിചാരിച്ചത് റബ്ബിനെ പറ്റി? സുബ്ഹാനല്ലാഹ്, അവനാണ് ആര്? അതുകൊണ്ടാണ് ഞാൻ ഖബറിനെ പേടിപ്പിച്ച് പ്രസംഗിക്കൂല ഒരിക്കലും. കാരണം ഈ അള്ളാഹ്
അല്ലാഹു റഹ്മത്ത് കൊടുത്തവനായ ഈ ജനങ്ങളെ വിട്ടുപിരിയാൻ എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ ആ റഹ്മത്തായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അതിന്റെ സന്തോഷത്തിലിരിക്കും. പേടിക്കനുണ്ട്. കാരണം അവനാ എന്നൊക്കെ ഇപ്പൊ തലേ കയറിയോ? ആരെ ഏൽപ്പിക്കുന്നത്? ആരെ ഏൽപ്പിക്കുന്നത്? ഏറ്റവും അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ പോലെ ആരെ? ഏറ്റവും കരുണയുള്ളവൻ. പിന്നെന്താ പഠിക്കുന്നത്? ഏറ്റവും റഹ്മത്തുള്ളാഹിന്റെ അടുത്ത് ക്ലാസ്സിന് വരണമെന്ന് വിചാരിച്ച് ഇവിടെ വന്നാൽ, ഇവിടെ കുത്തിരുന്നാൽ എന്തെങ്കിലും ദീനം മാറുമെന്ന് വിചാരിച്ചാൽ ഈ നഷ്ടക്കാരനാണ് അടച്ചങ്ങായി. ഈ അള്ളാനെ കേൾക്കാൻ വന്നോ? എന്നിട്ട് അള്ളാനെ കേട്ടോ, അള്ളാനോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് പറഞ്ഞു. കാരണം അവനാരാ? അവൻ കരുണാവാരിധ്യ. നീ അമൽ ചെയ്തിട്ടില്ല, ആയിക്കോട്ടെ, അമൽ ചെയ്യണ്ട. ആരെ അമൽ ചെയ്യാൻ പറഞ്ഞു? മൂല്യരല്ലേ? അത് പറഞ്ഞു. അള്ളാഹ് രാവും പകലും കുത്തി മറിയാണെന്ന് പറഞ്ഞു. പറയണ അള്ളാഹ് പറഞ്ഞിരുന്നോ നിങ്ങൾ രാവും പകലും കുത്തി മറിയണം? അല്ലെങ്കിൽ രണ്ടാമെന്ന് തീരുമാനിച്ച് പറയും. അള്ളാഹ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നേരം വെളുക്കണവരെ നിങ്ങൾ ഉറങ്ങാതെ കുത്തിമറിയണം? പറഞ്ഞിനോ? തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിടിക്കും കേട്ടോന്ന് അള്ളാഹ് പറഞ്ഞിനോ? അള്ളാഹ് പറഞ്ഞു ഉറങ്ങിക്കോന്ന്. ഉറങ്ങിക്കോ. നോമക്കും നല്ല ഉറക്കാട് ഉറങ്ങിക്കണം. നല്ല ഉറങ്ങിക്ക. പകലും ഉറങ്ങണ്ട. ഇന്നലൊക്കെ പിന്നാരി പകലിൽ നല്ല പണിയുണ്ടോ? പകല് പണിയുണ്ടോ? സൂറത്ത് ഇന്നലൊക്കെ പിന്നാരി നിങ്ങൾക്ക് ജോലി തിരക്കുണ്ടാവും പകൽ. ഏതാ സൂറത്ത്? أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا. പകലിൽ നല്ല ജോലി തിരക്കുണ്ടാവും. രാത്രിയോ വേണമെങ്കിൽ ചെയ്തോ വേണമെങ്കിൽ ചെയ്തോ. എന്തുകൊണ്ട്? നോമക്കും ഉറക്ക് നിങ്ങളുടെ വിശ്രമമാണ്. അല്ലാഹ് സന്തോഷമായ ഉറക്കം. നേരെ ഉറങ്ങിയിട്ടില്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്താ ചെയ്യേണ്ടത്? ആരെയാ ഏൽപ്പിക്കുന്നത്? നീ ആരെയാണ് ഏൽപ്പിക്കുന്നത്? അല്ലാഹ്. അവൻ ആരാ? അർഹമുർ റഹീമീൻ. കരുണാവാരിധികളിൽ ഏറ്റവും കരുണയുള്ളവൻ. അവനെ പോലെ ഒരു കാരുണ്യവാൻ ഇല്ല. വിശ്വസിച്ചപ്പോഴോ വേറൊരാളിന് ഇല്ലെന്ന് ഇല്ല. യാ മൂസ ലൗ അൻസഹും അലാ ളാഹിരിൽ അർദി അഹ്യാ. ദോഷം ചെയ്ത് നടന്നപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അവരെ അനുഗ്രഹം കൊടുക്കാൻ മറന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ആരും ഇല്ലാത്ത കാലത്ത് ഞാൻ അങ്ങനെ മറക്കുക? അല്ലാഹ്. മനസ്സിലായില്ലേ? ജിന്റെ വാപ്പാന്റെ പീടിയിൽ പണിയെടുത്തിരുന്നു നോക്ക്. പണ്ട് ഒരു ഉപമ. അക്കാലത്ത് എന്ത് ചെയ്തു? എൻ്റെ വാപ്പാനോട് എന്താടാ അങ്ങനെടാ ഇങ്ങനെടാ ഒക്കെ കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞ് ഗൾഫിൽ പോയി മുതലാളി. എന്നിട്ട് എനിക്കൊരു വിസ തന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പീടിയിലെ പണിക്കാരനായി വന്നു. അപ്പൊ എന്താ പറയാ? കുത്തിച്ചാരിക്കല്ലേ? ഞാൻ കുറെ കേട്ടാണ് എൻ്റെ വാപ്പാൻ്റെ എടുത്തോളൂ. അപ്പണി ആരെടുക്കൂല? അള്ളാഹ് എടുക്കൂല. ഈശോടുക്കും. ഞാനെടുക്കും. അള്ളാഹ് എടുക്കൂല. അവർ ദോഷികളായി കള്ളും കുടിച്ച് നടന്നിരുന്ന കാലത്ത് ഞാൻ അവർക്ക് റഹ്മത്ത് കൊടുക്കാൻ മറന്നിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ അവർക്ക് ഒരു ദോഷം ചെയ്യാനും കഴിയൂല. പിന്നെ ഞാനിപ്പോ എങ്ങനെ വരെ മറക്കുക? പോലെ ഏതായാലും കള്ളു കുടിക്കണില്ല. ഒരു വ്യഭിചരിച്ച് കള്ളും കുടിച്ച് നടന്നിരുന്ന കാലത്ത് ഞാൻ അവരെ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞതിന് മുഴുവൻ എതിരാ ചെയ്തത്. എന്നിട്ട് ഞാൻ അവരെ മറന്നിട്ടില്ല. ഒരു നേരത്തെ അന്നെ ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെ ഇപ്പോഴും ഒന്നുമില്ല. സറണ്ടറായി ആമന്ന സല്ലംന കഴിഞ്ഞല്ലോ ആവൂലല്ലോ പറഞ്ഞ് ഒരു ഭാഗത്ത് ഒരു പണിയില്ലാതെ കിടക്കുക. ഒരു മൊബൈലും ഇല്ല, ഒരു തോണ്ടലും ഇല്ല, ഒന്നുമില്ല, ഒരു തോണ്ടുമില്ല. അവരെ വേറെ വല്ല സബാനിയാക്കളും ഒന്ന് തോണ്ടിയാലേ ഉള്ളൂ. ഒരാളും തോണ്ടുന്നില്ല. ആ ജാതിക്കാലത്ത് ഞാൻ എങ്ങനെ ഓരോ മറക്കുക? ഒരു കള്ളും കുടിച്ച് നടന്ന കാലത്ത് ഞാൻ മറന്നിട്ടില്ല. ഒരു വ്യഭിചരിച്ച് നടന്ന കാലത്ത് ഞാൻ നടന്നിട്ടില്ല. ആരാന്റെ ഭൂമി കൈക്കോട്ടുകൊണ്ട് മാന്തിയ കാലത്ത് ഞാൻ ഒരു മുറുക്ക് വെള്ളം കൊടുക്കാൻ മറന്നിട്ടില്ല. പിന്നെ ഇപ്പോ ഒന്നും കഴിയാത്ത കാലത്ത് ഞാൻ ഇങ്ങനെ കൂട്ടുക? ഞാൻ ആരാ? അക്രമിയോ?
എന്തിനാ മുസാജ് വെറുതെ കരഞ്ഞ് കണ്ണീര് കളയുന്നു? ഇനി എന്തൊക്കെ കാര്യത്തിന് കാര്യമുണ്ട്? ആര് പറഞ്ഞു? ആരോട്? സീതാ മൂസ. നിങ്ങളൊരു പേടിക്കണ്ട, പേടിക്കന്നെ വേണ്ട. ഖബറിനൊന്നും പേടിക്കന്നെ വേണ്ട, ഖബറിനൊന്നും പേടിക്കന്നെ വേണ്ട. ആരെ പേടിച്ചു? അല്ലാ. അവനെ സ്നേഹിച്ചിട്ടുള്ള പേടി, അല്ലാത്തൊരു പേടിയല്ല. സ്നേഹിക്കുക, അങ്ങനത്തെ പേടി. അവൻ വല്ലാത്തൊരു കരുണയുള്ളവനാ, വല്ലാത്തൊരു കരുണയാണ്. അവൻ അടിച്ചെങ്കിൽ നമ്മൾ വിചാരിച്ചു, നമ്മളിന്ന് 4 മാഷറിലിട്ട് തല്ലിയെങ്കിൽ എന്ന് വിചാരിച്ചു മാന്യന്മാർ. കാരണം ആ ജാതി കളി നമ്മൾ കളിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു എന്ത് പറയാ? വഫർത്തുലക്ക്, പുറത്തു കൊടുത്തു, പുറത്തുനിന്നു പോയിക്കോ, പോയിക്കോ, പോയിക്കോ. അല്ലാഹ് 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 അല്ലാഹു لو أنساهم على ظاهر الأرض أحياء مرزوقين أفأنساهم في باطن الأرض مقبولين. ഭൂമിക്കടിയിൽ, ഭൂമിക്ക് മുകളിൽ ദോഷിയാകാൻ കഴിയുന്ന കാലത്ത് മറക്കാത്ത ഞാൻ അഫഅൻസാഹും, ഈ ജനങ്ങളെ മറക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഫീ ബാത്തിനിൽ അർളി, ഭൂമിയുടെ ഉള്ളറയിൽ മഖ്ബൂലീന, മണ്ണിട്ട് മൂടപ്പെട്ട നിലയിൽ പാവങ്ങളെ ഞാൻ മറക്കോ? മൂസ എന്ന് വിചാരിച്ചേ? പിന്നെ അവർക്ക് അമലില്ലല്ലോ. ഒരു അബ്ദ് മരിച്ചാൽ അവന്റെ ദോഷം കൂടുതലാണല്ലോ എന്ന് ഞാൻ നോക്കാറില്ല. ഒരാൾ മരിച്ചാൽ മൂസാ നബിയെ അല്ലാഹു മൂസാ നബിയോട് പറയാണ്, എന്ത്? ഇദാ മാതൽ അബ്ദു, ഒരു അബ്ദ് മരിച്ചാൽ ലം അൻദുർ ഇലാ കസ്റതി മആസി, അവന്റെ ദോഷങ്ങൾ കൂടുതലാണല്ലോ എന്നതിലേക്ക് ഞാൻ നോക്കാറില്ല. വലാകിൻ അൻദുർ ഇലാ ഖില്ലതി ഹൈലതിഹി, അവന്റെ കുതന്ത്രം കുറവായിരുന്നോ എന്ന് മാത്രമേ ഞാൻ നോക്കൂ. സുബ്ഹാനല്ലാഹ്. ദോഷം കൂടുതലാ നോക്കൂല, കുതന്ത്രം കുറവായിരുന്നു നോക്കൂ. അത്രേ ഉള്ളൂ. കുതന്ത്രം ഉണ്ടാകരുത്, അത്ര മതി, അത്ര മതി. തിരിഞ്ഞില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഒരാൾക്ക് വടിവെക്കാൻ പാടില്ല. അപ്പൊ തിരിച്ചടിക്കും. കാരണം അള്ളാഹു അവന്റെ റബ്ബാണ്, അവൻ തിരിച്ചടിക്കും. കാരണം അള്ളാഹിന്റെ അടിമക്ക് വടിവെച്ചവനെ അള്ളാഹ്ക്ക് ആ അടിമയോടുള്ള കരുണ കാരണം അള്ളാഹ്ക്ക് അവനോട് ദേഷ്യം ഉണ്ടാവും. മനസ്സിലായില്ല? ഒരാളെ ദോഷം കൂടുതലുണ്ടോ എന്ന് ഞാൻ നോക്കൂല, അവന്റെ കുതന്ത്രം കുറവാണോ എന്നേ നോക്കൂ. മനസ്സിലാവുണ്ടോ നോക്ക്. കാരണം മനസ്സിലാവുണ്ടോ? ഒന്ന്. ഇനി രണ്ടാമത്തൊരു അർത്ഥം കൂടി ഉണ്ട്. അതിന് ഇപ്പോൾ അവൻ എന്തില്ലല്ലോ, ഒരു കുതന്ത്രവും ഇല്ല. അങ്ങനെ അർത്ഥമുണ്ട്. ഏതായാലും അവന്റെ ദോഷം കൂടുതലുണ്ടോ എന്ന് ഞാൻ നോക്കൂല. ജനിച്ചിട്ട് മരിക്കണത് വരെ ഒരു നന്മ ചെയ്യാത്തൊരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരുന്നതിനെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞത് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കോടതി കൊണ്ടുവരും. അയാൾ മരിക്കുമ്പോൾ വസിയത്ത് ചെയ്യും തൻ്റെ കുടുംബത്തോട്, എന്ത്? ഇതാ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫഹരിഖൂനി, എന്നെ നിങ്ങൾ ചുട്ടുകരിക്കണം. ചുട്ടുകരിച്ച ചാരം പോലും ഒരിടത്തിടരുത്. പകുതി കരയിലും പകുതി കടലിലും എറിയണം. എന്തുകൊണ്ട്? ഇതാ അഖദനി യുഅദ്ദിബുനി അദാബൻ ലം യുഅദ്ദിബ് അഹദൻ, എന്നെ പിടികൂടിയാൽ അല്ലാഹു തആല തരുന്ന ശിക്ഷ ഒരാൾക്കും കൊടുക്കാത്ത ശിക്ഷയായിരിക്കും. എന്തുകൊണ്ട്? അന്നീ ലം അഅമൽ ഹസനതൻ ഖത്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാലോ, ഒരു നന്മ ചെയ്തിട്ടില്ല ജീവിതത്തിൽ. മരിച്ചു. അള്ളാഹിന്റെ കോടതി കൂടുമ്പോൾ അള്ളാഹു അയാളെ വിളിക്കും. ആ മറ്റേ ആളെ വരാൻ പറയും. അല്ലാഹു ജസദഹു ഫിൽ മിനൽ ബർരി വൽ ബഹരി, കരയോടും കടലോടും പറയും, ഒരു 2 മണി തൂക്കം ബാക്കിയാക്കരുത്, അവനെ മുഴുവനും ഒരു തടിമക്കാക്കിയിട്ടുണ്ട് തരി. അപ്പോൾ എന്തായി? കരയും കടലും അയാളെ തടിയാക്കി അള്ളാഹിന്റെ മുന്നിൽ വെച്ചു കൊടുക്കും. അപ്പൊ അള്ളാഹു ചോദിക്കും, ദോഷം കിടക്കട്ടെ, ലിമ ഔസൈത മാ ഔസൈത, എന്തിപ്പോ അങ്ങനെ ഒരു വസിയത്ത് ചെയ്തത്? നീ ഞാൻ മരിച്ച ചുട്ടേച്ച് പകുതി കരയും പകുതി കടലിലോ കണ്ടിട്ട് ഇത് ഒഴിവാക്കണം, പടച്ചോന്നെ പിടികൂടരുത്. പിടികൂടിയാൽ കിട്ടണം ഒട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ ജീവിതത്തിൽ നന്മയും ചെയ്ത് നോക്കിയിട്ടല്ല. ഞങ്ങൾക്കറിയാം, അള്ളാഹ്ക്കറിയാം. എന്നാലും ജനം ചോദിക്കും, എന്തിപ്പോ അങ്ങനെ ഒരു വസിയത്ത് നീക്കും? അപ്പോൾ അയാൾ പറയും, മിൻ ഖശ്യതിക യാ റബ്ബി, എന്നെ പേടിച്ചിട്ട് എന്നെ പിടിച്ചാണ്,
എന്നില്ല മാമൽ ഹസനത്തെ ഈ പറഞ്ഞൊരു നന്മ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് എനിക്കൊരു പേടിയാ, എന്നെ പേടിയാ, അതുകൊണ്ട് എന്നെ പഠിച്ചോനെ. അപ്പൊ അല്ലാഹു ചോദിക്കും ഖശീതനി, ഞാൻ പേടിയുണ്ടില്ലേ, അവനാണ് അല്ലാഹു. ഇത് മുത്തുനബി പറഞ്ഞതാ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം അല്ലാഹുവിന്റെ ഖശിയത്തിന്റെ ബാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖശിയത്തുല്ലാഹ് എന്ന അധ്യായത്തിൽ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉണ്ട്. എവിടെയെങ്കിലും കിതാബിന്റെ വക്കിലല്ല, സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഈ ഹദീസ്. എന്ത് ഖശീതനി, നീ എന്നെ പേടിച്ചില്ലേ, മതി 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 മതി, ഫദ്ഖുലിൽ ജന്ന ബിഗൈരി ഹിസാബ് ഒരു ഹിസാബില്ല, സ്വർഗ്ഗത്തിൽ പോയിക്കോ. ഹിസാബില്ലാതെ നാമീം പറയും കുട്ടികളെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ, അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. എന്താ നിങ്ങൾ അല്ലാഹു വിചാരിച്ചേ? എന്തിനാ പേടിക്കും? എന്തിനാ പേടിക്കണം? ഒരാളെ പേടിക്കണ്ട, ആരെ മാത്രം. എന്ത് പേടി? അവന്റെ ആ ലുത്ഫിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്നുള്ള പേടി, അതൊരു പേടിയാണ്. മനസ്സിലായില്ലേ? നമ്മളെ എപ്പോഴെങ്കിലും ഒരു അഹങ്കാരം, നിസ്കാരം നിസ്കരിക്കാൻ അറിയല്ല. നിസ്കരിക്കുന്ന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന രാവും പകലും ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരുത്തൻ റോഡ് സൈഡിലുള്ള ഒരു കള്ളുടിയനോട് പറഞ്ഞു, എന്ത് നടന്നോ, ഇന്നക്ക ഇലാദാരി ജഹന്നം, ഇത് തീർച്ചയായും ജഹന്നമിലേക്ക് പോകണോനാ, ഏതായാലും സ്വർഗം കണിയാണെന്ന് എനിക്കൊന്നുമില്ല, ഇത് നരകത്തിലേക്ക് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നിസ്കരിച്ച് ജമാഅത്തും കഴിഞ്ഞ് ആയുസ് മുഴുവൻ ജമാഅത്ത് കൂടിയ ഒരുത്തൻ ഇറങ്ങി വരുമ്പോൾ ഒരു കള്ളുടിയനെ അതിനെ കണ്ടു. അപ്പോൾ കള്ളുടിയനെ കൊണ്ട് പറഞ്ഞു, ഈച്ചൊക്കെ നരകത്തിക്ക, ഇങ്ങനെ നടന്നോ, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ മന്തി തിന്നുമ്പോൾ ഞാൻ നോക്കി അങ്ങനെ ഇരിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, മൻ അദിന ലക് അന്നി ഉദ്ഖിലു അബ്ദി ജഹന്നം, എന്റെ അടിമയെ ഞാൻ നരകത്തിലിടുന്ന. ആരാ എന്നോട് പറഞ്ഞു? ആരാ പറയാൻ? അന അഹ്ബത്തു അമലക, നിന്റെ അമൽ മുഴുവൻ ഞാൻ പൊളിച്ചു കളഞ്ഞു. ഫഅദ്ഖൽതുഹു കജഹന്നം, നിന്നെ ഞാൻ നരകത്തിലിടാൻ പോകുന്നു. എൻ്റെ അടിമയെ ഞാൻ സ്വർഗത്തിലേക്ക് നിശ്ചയിച്ചത്. ആരാ? ആര് പറയും? അല്ലാഹു അറിയാം. അപ്പൊ ഇതിനർത്ഥം എന്താ? ഒറ്റ നിസ്കരിച്ചില്ല, നിസ്കരിക്കാത്ത ഓനെയാണ് അല്ലാഹു ഇഷ്ടം, നിസ്കരിക്കുന്ന നിന്നെക്കാൾ. എന്തുകൊണ്ട് എനിക്കറിയില്ല. നിന്റെ ഉള്ളിൽ നിസ്കാരമുണ്ട്, അഹങ്കാരമുണ്ട്. അവന്റെ ഉള്ളിൽ നിസ്കാരമില്ലെങ്കിലും അഹങ്കാരമില്ല. മറ്റാപ്പൊന്ന് ചിരിച്ച്, ഒരു സൈക്കിൾ വന്ന് വീണ ചിരിച്ച് ഒന്നും പറയാനില്ല, കാരണം ഓനറിയാൻ ഞാൻ നരകത്തിക്കാ പോണത്. മനസ്സിലായില്ലേ? അവനാണല്ലോ. അഹങ്കാരം വേണ്ട, അഹങ്കാരം വേണ്ടേ വേണ്ട. അള്ളാഹുവിന്റെ ലുത്ഫിൽ നിന്ന് അള്ളാഹു നമ്മെ എടുത്തു കളയുന്നതിനെ പേടിക്കുക. ഏത് സമയത്തും എടുത്തു കളയാം, ഏത് മോല്യേരെ എടുത്തു കളയാം, ഏത് തങ്ങളെ എടുത്തു കളയാം, ഏത് ഔലിയാനെ എടുത്തു കളയാം, ഏത് വള്ളനെ എടുത്തു കളയാം, ആരെ എടുത്തു കളയാം. ഒന്നുമല്ലാത്തവനെ അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ നിർത്താം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, മനസ്സ് പറയാം, അള്ളാഹു തല ബോധം തരട്ടെ. നമ്മ എന്ത് പറയാ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ഒന്നും വേണ്ട. വഅലല്ലാഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് بجل الله ما في قلبه غير الله على النبي صلى الله لا إله إلا الله. ഓരോ സെക്കൻഡും മനസ്സ് ആർക്ക് കൊടുക്കണം? ചില കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കാനുള്ളതല്ല. നമ്മൾ ആയുസ് മുഴുവനും കരഞ്ഞ് ദുആ ചെയ്താലും ഒരു ലോകം മാറൂല. എന്തുകൊണ്ട്? അത് മാറാതിരിക്കൽ റബ്ബിന്റെ അസലിയായ ഖുർആൻ. എന്തിന്? അതുകൊണ്ട് അള്ളാഹു നിന്നിൽ വലിയ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാർക്കറിയും? അല്ലാഹ്. ചിലത് മാറൂല, ചിലത് മാറൂല. 30 കൊല്ലമായി ഡിപ്രഷനിലാണ് എന്ന് പറഞ്ഞ ഒരാൾ ഈ മജ്‌ലിസിലുണ്ട്. ഈ മജ്‌ലിസിൽ വന്നുകൊണ്ട് മാറുമോ? മാറിക്കൊള്ളുന്നില്ല. അള്ളാഹു ലുത്ഫ് ചെയ്ത മാറും. ഇവിടെ ആർക്ക കഴിയ? ആർക്കല്ലാതെ ചിലപ്പോ ഇവിടത്തെ അള്ളാഹു മാറ്റി അങ്ങനെ ഉണ്ടാവും.
നമ്മൾ വന്നു നോക്കുക, നമ്മൾ പ്രതീക്ഷിക്കണം ആരെ? ബസ് ബസ് ബസ്. ആര് മാത്രം? അല്ലാഹ് ബസ്. എന്റെ പ്രതിഭ പ്രയാസാണ്, കടാണ്, പരപ്പണി തീർന്നിട്ടില്ല, ദാരിദ്ര്യാണ്, അത് അള്ളാഹ് ശേഷിയുണ്ട്, അത് നടക്കും. കുട്ടികൾ വാടകപ്പേരിലായിരിക്കും, ആയിക്കോട്ടെ, അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചു, അങ്ങനെ ആയിക്കോട്ടെ, എന്തിനു പിടിക്കുന്നു? പിന്നെ എന്റെ കാരണം ഇത് കാരണം ഉണ്ടാവും. എന്നും ദ്വാരക്കണുണ്ട്. എന്ത് ദ്വാരക്കണുണ്ട്? എന്ത് പടച്ചോനെ മഴ വരുന്നു, പരപ്പണി കഴിയണേ, കഴിഞ്ഞില്ല. എന്നിട്ട് എന്ത്? പിന്നെ മുഅ്മിനാണെങ്കിൽ പറയും എന്റെ റബ്ബിന് തിരുപ്പതി അതാണ്, ഞാൻ കുറച്ച് മഴ ഉള്ളരാ, ആയിക്കോട്ടെ. മുഅ്മിൻ അല്ലെങ്കിൽ പറയും പടച്ചോനോട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, ഞാൻ നിർത്തി, പിറ്റേന്ന് പരപ്പണി തീരും ചെയ്യും. ഞാൻ പറഞ്ഞതിന് നേരെ പിറ്റേന്ന് പരപ്പണി അറിയും. കാഫിറോ കാത്തിരക്ഷിക്കട്ടെ. എന്റെ ഒക്കെ റബ്ബിന്റെ പണികളാണ്, അത്രയേ ഉള്ളൂ. ഒരുത്തന് ഈ സദസ്സിലുണ്ട് 40-40 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടി ഉണ്ടാകത്തുള്ളൂ. എല്ലാ തവണയും ദ്വാർക്കും സ്കെച്ചാ തുറക്കും, കുട്ടി ഉണ്ടാണേ, കുട്ടി ഉണ്ടാണേ, കുട്ടി ഉണ്ടാണേ, കുട്ടി ഉണ്ടാവൂല. നീ കുട്ടി ഉണ്ടായോ? കുട്ടി ഉണ്ടായിട്ടില്ല. നീ ഉണ്ടാവോ? ഉണ്ടായിക്കോളൊന്നുമില്ല. എന്തിനാ കുട്ടി ഉണ്ടാണ്? 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 കൊയങ്ങുമ്പോ താങ്ങാൻ, കബറിലെത്തുമ്പോ ദ്വാരക്കാൻ. എനിക്ക് കൊയങ്ങണില്ല, പിന്നെ എന്തിനാ താങ്ങണ്? ഇങ്ങനെ വലിയ മൈക്ക് ടൈസന്റെ ആരോഗ്യത്തോടു കൂടെ നടക്കുകയാണെങ്കിൽ എനിക്ക് 90 വയസ്സിലും ആജാദി ആരോഗ്യ, കാഷസ് ക്ലേ മുഹമ്മദ് അലി റിങ്ങിൽ നിന്നിരുന്ന കാലത്തെ ആരോഗ്യമാണ് എനിക്ക് 90-ആം വയസ്സിലെങ്കിൽ എന്തിനാണ് എങ്ങനെ താങ്ങണ ഒരാള്? പിന്നെ കബറിൽ തല്ലുള്ളാതിരിക്കാന് മലക്കുകൾ ഇങ്ങനെ വടിയും കൊണ്ട് വന്നു നോക്കുമ്പോ ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറഞ്ഞ് ഇവനൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഇവനെ വിടേന്, കുട്ടികൾ വരക്കാണ്, അതിന് നമുക്ക് ഒരു കുട്ടി ഉണ്ടായില്ല, കൊടുക്കറല്ല. അത് ഇവിടുത്തെ ആജ്യന്മാര് തല്ലും, മലക്കുകളല്ലോ. എന്നാൽ മലക്കുകളെ ഭാഗത്തേക്ക് തിരിയുണ്ടല്ലോ. ഞങ്ങളെ കുട്ടി ഉണ്ടാകാൻ വേണ്ടി 10-45 കൊല്ലം ദ്വാരണെന്ന് ഞങ്ങൾക്ക് അറിയാട്ടാ. ഞങ്ങളോട് പ്രശ്നം പറഞ്ഞിട്ടോ പാവാണ്, ശിവചാറാണ്ട് കേട്ടോ. മറബുക്കോന്നെ ബീക്കോമാ, ഞമ്മളെ മറുപടി എന്നെ ഒതുക്കി വെക്കണില്ല. മറബുക്കോമാ ബീക്കോമാ ദീനുക്കോമാ ഇസ്ലാമുക്ക ഒറ്റടി. അല്ലാഹു റബ്ബി നമ്മൾ പറഞ്ഞില്ല. അപ്പോഴത്തിന് ഒരു പെട്ടിയെടുത്ത് പോയി ഞങ്ങൾക്ക് അപ്പുറത്ത് വേറെ അവറാൻ കുട്ടിന്റെ ഓനെന്ന് ആരും കൊടുക്കാൻ പോവുക, കൊടുക്കാൻ പൂട്ടിയായി. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കടന്നോളി. നമ്മളെ ഉത്തരം വരെ നോക്കിയില്ല, ഏറ്റവും മത പോയെങ്കിൽ നമ്മൾ അല്ലാഹു റബ്ബി നോക്കുമ്പോ ആളെ കാണാൻ നമ്മളെ കുതിരയാക്കണ ചൂടിക്കണ്ടടാ. നിനക്ക് കുട്ടിൻ്റെ ആകാരാക്കിയതാരാ? അല്ലാഹു. അപ്പോൾ നിന്നെ സംരക്ഷിക്കേണ്ടതാരാ? അല്ലാഹു. അല്ലാഹു അവന്റെ അടിമകളോട് ഏറെ ലുത്ഫുള്ളവനാണ് അവൻ, ലാളിത്യമുള്ളവൻ, ഓമനത്വമുള്ളവൻ ആണ്. ആര്? അല്ലാഹ്. ഏതാ സൂറത്ത്? അല്ലാഹു ലതീഫും ബിഇബാദി. ഏതാ സൂറത്ത്? ശൂറ, ആയത്ത് നമ്പർ 19. അല്ലാഹു ലതീഫും ബിഇബാദി യർസുഖു മൻ യശാ. ഇങ്ങോട്ട് കൊണ്ടാ മുസാഫിർ കൊണ്ടാ, ഇങ്ങോട്ട് കൊണ്ടാ. വലത്തെ കൈ കൊണ്ട് വാങ്ങ, മുസാഫ് അടുത്ത കൈ കൊണ്ട് വാങ്ങ. അല്ലാഹ് ബിസ്മില്ലാ. മുസാഫിനോട് അതപ്പ് പാലിക്കണം, മുസാഫിനോട് അതപ്പ് പാലിച്ചാൽ മതി, സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അത് വലത്തെ കൈ കൊണ്ടല്ലാതെ വാങ്ങരുത്, അത് വലത്തെ കൈ കൊണ്ടല്ലാതെ തുറക്കരുത്. ഇതൊക്കെ അത് കുല്ലാറബിനാസാണ് മേലെ കണ്ടതെങ്കിൽ തിരിച്ചിട്ട് ഫാത്തിഹയും അൽ ബഖറ മേലെയാക്കണം. അങ്ങനെയാണ് അള്ളാഹിന്റെ വള്ള, അങ്ങനെ നമ്മൾ വെക്കേണ്ടത്. മനസ്സിലായില്ല? ഖുർആൻ തിരിച്ചിട്ട് കിടക്കണമെങ്കിൽ തിരിച്ചും വെക്കണം. അള്ളാഹിന്റെ വള്ളയെ പോലെ. അള്ളാഹിന്റെ വള്ളയിൽ ഒന്നാമത്തത് ഫാത്തിഹ അൽ ബഖറ. നമ്മൾ നോക്കുമ്പോൾ മുസാഫ് തിരിച്ച കുട്ടികൾ വെച്ച് തിരിച്ചു വെക്കണം. അത് ഇബാദത്താണ്. എന്തുകൊണ്ട്? അള്ളാഹ് വെച്ചതുപോലെ വെക്കണം. അറബികൾ തിരിച്ചു വെക്കൂലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഒരു നമ്മളെ നാട്ടിലേക്ക് തെണ്ടി വരാത്തതും, നമ്മൾ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടായിട്ട് പോലെ നാട്ടിലേക്ക് തെണ്ടി പോണതും. നിങ്ങൾ വിചാരിക്കണ്ടോ അറബികൾ നമ്മളെ നാട്ടിലേക്ക് ഒരു കാലത്ത് തെണ്ടി വരും? എനക്ക് നടക്കാം. ലോകം അവസാനിച്ചാലും അറബികൾ കേരളത്തിൽ തണ്ടാൻ വരില്ല. എന്തേ? അവർക്ക് ചില അദബുകളുണ്ട്. അത് മിൻ മുഹമ്മദി, അത് പുണ്യ റസൂലിൽ നിന്ന് കിട്ടിയതാണ്. സൂറ അല്ലാഹു ലതീഫും ബിഇബാദി
يرزق من يشاء وهو القوي العزيز من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. അള്ളാഹു തന്റെ ദാസന്മാരോട് ഏറെ ലുത്ഫുള്ളവനാണ്. വല്ലാത്തൊരു ലുത്ഫാണ്, വല്ലാത്തൊരു ഓമനത്വമാണ്, വല്ലാത്തൊരു മാർദ്ദവത്വമാണ് അള്ളാഹ്. ലുത്ഫ് മനസ്സിലായില്ലേ? ചിന്തിക്കണം. വല്ലാത്ത ലുത്ഫ്, വല്ലാതെ ശ്രദ്ധിക്കണം. ഉദാഹരണം പറയാം, പളുങ്ക് ഗ്ലാസുകൾ നിറച്ച പെട്ടി മാർക്കറ്റിൽ വരുമ്പോൾ ആ പെട്ടിയുടെ മുകളിൽ എഴുതി വെക്കും ഗ്ലാസ്സാണ്, മാർദ്ദവമായി എടുത്തുപയോഗിക്കണം. അതേ സമയത്ത് ഇരുമ്പാവുമ്പം വലിച്ചിരും. മനസ്സിലായില്ല? ഒരു പെട്ടിയുടെ അങ്ങനെ ഉണ്ടായില്ലേ? വളരെ കെയറോട് കൂടി ഉപയോഗിക്കണം. എന്താണ് ഗ്ലാസ് ആണെന്നുള്ളത് ഉണ്ടാവും. പെട്ടിയുടെ പുറത്തെ കാർട്ടൂണിന്റെ പുറത്തെ എഴുതിക്കും എന്തേ ഇരുമ്പോലെ വലിച്ചെറിയണ്ട. മനസ്സിലായില്ലേ? പറഞ്ഞ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചെടുക്കുള്ളൂ. അതിനാണ് ലുത്ഫ്, അതൊരു ഇടപെട്, അതായത് എന്തെങ്കിലും പറ്റണ്ട. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ചെറിയ ഒരു ദ്വാരത്തിലൂടെ 4.5 കിലോ തൂക്കമുള്ള കുട്ടി പുറത്തേക്ക് വന്നിട്ട് എവിടെയെങ്കിലും തോലിൽ പൊട്ടിയോ? ഇല്ല, ഒന്നും പറ്റില്ല. എന്ത് പുറത്തു വരാനുള്ള വഴിയും അമ്മ എളുപ്പമാക്കിയിട്ടുണ്ട്. 4.5 കിലോ തൂക്കണ്ട കുട്ടിക്ക്, 4.5 കിലോ തൂക്കമുള്ള ഇത്ര പോന്നൊരു സാധനം, 4.5 കിലോ തൂക്കമുള്ള സാധനം ഒരു നൂല് പോലെ ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചോരാണെങ്കിൽ തിരക്കില്ല. ഇത്ര പോന്നൊരു കുട്ടി എത്രയേ ഉള്ളൂ. പക്ഷെ 4.5 കിലോ തൂക്കണ്ട്. ഇതും എന്താ പുറത്തേക്ക് വന്നു. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم السبيل يسره വഴി അല്ലാഹു എളുപ്പാക്കി. ആ 4 കിലോ തൂക്കമുള്ള കുട്ടി ഇനി ആ ദ്വാരത്തിലൂടെ ഉള്ളു കയറ്റിക്ക നടക്കൂല. കാരണം നിനക്ക് നടക്കൂല, ഇയ്യൊന്ന് വിചാരിച്ചോക്ക നടക്കൂല. അള്ളാഹുവാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു വിചാരിച്ചാൽ അത് നിസ്സാരമാണ്. പുറത്തു വരാനുള്ള വഴി അള്ളാഹു തല എളുപ്പാക്കി. ഒരർത്ഥം അതാണ്. ഇനിയും അർത്ഥമുണ്ട്, ഒരർത്ഥം. നീ നിഷേധിച്ചാൽ നീ കാഫിറാവും. നീ അവനെ ഒഴിവാക്കിയാൽ നിന്റെ ഉള്ളിൽ പോവും. ആരും കണക്കാക്കണ്ട, അവനെ കണക്കായിക്കോ. ഒരു മുതലാളി പറഞ്ഞു, നിനക്ക് ഞാൻ പൊരകയറ്റി തരാം. പിന്നെ ഓനൊരു തോന്നിയാസം ചെയ്തു. അപ്പോൾ മോനോട് വർത്താനം പറയാൻ നിന്ന് വർത്താനം പറഞ്ഞു. എന്താ വിചാരിച്ചെന്ന് വെച്ച് കയർത്തു സംസാരിച്ചു. പിന്നെ മുതലാളി എന്താ പറയാ? പിന്നെ മുതലാളി പറയാം, ആ പര എന്നെ കൊണ്ട് നടക്കുന്ന വിചാരിക്കണ്ട, വണ്ടി വിട്ടോ. ആര് പറയില്ല? അള്ളാഹു പറയില്ല. 1. 2, ഈ അമുക്ക് ചെയ്യണതിന് മുഴുവനും ബാക്കിൽ മാന്തി നടക്കണ്ട. ഓൻ്റെ കയ്യാലെ പൊരണ്ടാക്കാൻ പടച്ചോൻ പണ്ടെന്നെ തീരുമാനിച്ചിട്ടില്ല. എങ്ങാനും ഓൻ്റെ കയ്യാൽ ഓൻ പൊരണ്ടാക്കി തന്നാൽ ഇപ്പോൾ നിന്നെ അടിമയാക്കിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നിന്റെ ഓളയും അടിമയാക്കിയിട്ട് ഓളയും കൊണ്ടുപോകും. അപ്പം നല്ലത് ഓനെ കൊണ്ട് നിനക്ക് പൊര ഉണ്ടാകാതിരിക്കില്ല. ആരെ കണക്കാക്കിക്കോ? അല്ലാ. ഓന് നിനക്ക് പൊരണ്ടാക്കി തന്നാൽ ഇജലല്ലോ കൂലി കൊടുക്കണ്ട ആരാ? അല്ലാ. കൂലി കൊടുക്കണ്ട ആരാ? അല്ലാ. അപ്പോൾ ഖുർആന്റെ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് പറയും, കാര്യമായി പറയണം. അവസാനം ഞാൻ പിന്നെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 2 വാക്ക് 3 വാക്ക് പറയും. അപ്പോൾ ഓര് പറയുന്നക്ക് അന്തൂസുകളാണ്, അന്തല്ലാത്ത കമ്മിറ്റിക്കാരാണിത് പറയാം. കമ്മിറ്റിക്കാർക്ക് അന്തം കുറവായിരിക്കും, എല്ലാ കമ്മിറ്റിക്കും അന്തം കുറവായിരിക്കും. അപ്പോൾ ഇവരെന്നോട് പറയുന്നത് പറയണ കാര്യങ്ങൾ എനിക്കറിയാം. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. 1. 2, ചെയ്യേണ്ടവരോട് പറയേണ്ട ആവശ്യവും ഇല്ല. അപ്പം രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെ ഇത് പണി നടക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ വിചാരിക്കും, പൈസ എന്തെങ്കിലും ഇപ്പം ഉണ്ടോ? അത് ഒരു 40,000 അവിടെ കിടക്കണ്ടല്ലോ. 40,000 എന്നാ 100 സിമൻറ്റ് ഇന്ത്യ വക കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്നത് ഗൂഗിൾ പേ ചെയ്യും. നമ്മളോട് ചിലപ്പോൾ പറയുന്നില്ല. നമ്മളോട് പറയേണ്ട ആവശ്യം നമുക്കെന്താ? നമ്മളാരാ അധികാരിയോ? നമ്മളാരാ? മുഹമ്മദ് പറയേണ്ട ആരോടാ? അല്ലാഹ്. വെറും അന്തംഗമ്മികളാണ്. പിന്നെ അന്തംഗമ്മികളായ കമ്മിറ്റിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവസാന ഭാഗത്ത് നിങ്ങൾ കുറച്ച് കൊടുക്കണേന്ന് അറിയണത്.
കൊടുക്കണേന്ന് പറഞ്ഞിട്ട് കാലം വരെ ആരും തന്നിട്ടില്ല, തരൂല്ല. എൻ്റെ തൊള്ളാണ് നാശാവും, അതിനൊന്നും കിട്ടൂല. കിട്ടേണ്ട ആവശ്യമല്ല, അത് നടക്കണമെന്നുണ്ട്. ഇപ്പൊ നിൽക്കാനാണ് അള്ളാഹ് തീരുമാനിക്കും നിന്നോട്ടെ. നീ അത് ഉണ്ടാകാനല്ല വേണ്ട, നമുക്ക് ഉണ്ടായില്ലെങ്കിൽ എന്താ, പഠിച്ചോനാണെങ്കിൽ ഉണ്ടാകണം. നമ്മൾ പണിയെടുക്കുന്നു, അള്ളാഹ് തഖ്ദീർ ഉണ്ടാകാതിരിക്കലാണോ? പറേ ഉണ്ടാകണ്ട, എന്റെ റബ്ബ് എന്താണോ തഖ്ദീറാക്കിയത് അത് ഉണ്ടായ മടി. നിങ്ങൾ പറയുന്നത് ഇങ്ങനെ തൈര് പറയണോ? ഞാൻ ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ പറയേണ്ടത്, നിങ്ങൾ കൊടുക്കേണ്ടത് ഒക്കെ ആർക്കാണ്? അല്ലാഹ്. ഞാനൊരു ബഹുമാനപ്പെട്ട സഹീൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വരി കൂടി വായിച്ച് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഒരു വരി പറഞ്ഞുതരാം. ഞാൻ ഹിക്കമിൽ നിന്നാണ് വായിക്കുന്നത്. ഈ ഖാലിൽ നിന്ന് ഖാല സഹീൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു. സഹീലിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൂഫികളിൽ മഹാസൂഫിയായിരുന്നു മഹാനായ സഹീൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു. ഞാൻ അവരിൽ നിന്ന് വായിക്കാം. നല്ല ഉഷാറിലല്ലേ? ഉഷാറിലാണെങ്കിലേ ഇത് വായിക്കുള്ളൂ. നല്ല ഉഷാറിലല്ലേ? നല്ല ഉഷാറിലാണെങ്കിലേ വായിക്കുള്ളൂ. നല്ല ഉഷാറിലിരിക്കണം കേട്ടോ. അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളായ മഹാന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. എന്തുകൊണ്ട്? അത് അള്ളാഹിൻ്റെ വാക്കായിരിക്കും. അതന്മ തന്നെ പണിയെടുക്കണം. മാമിൻ വഖത്തിൻ, ഒരു സമയവുമില്ല, ഇല്ലാ വല്ലാഹു തആല, അല്ലാഹു തആല മുത്തലിഉൻ ഫീഹി അലാ ഖുലൂബി ഇബാദിഹി, അടിമയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കാത്ത ഒരു സമയവും ഇല്ല. അടിമയുടെ ഹൃദയത്തിലേക്ക് നോക്കാത്തൊരു സമയവും അള്ളാഹുവിന് ഇല്ല. ഇല്ല ഇല്ലെന്നെ ഖാല സഹീൽ ഇബ്നു അബ്ദില്ലാ. സഹീൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? മാമിൻ വഖ്തിൻ ഇല്ലാ വല്ലാഹു തആല മുത്തലിഉൻ ഫീഹി അലാ ഖുലൂബി ഇബാദിഹി. സിനാൻ എല്ലാവരും എഴുതണം ആ വാക്ക്. ഹദീസല്ല, പക്ഷെ ആരുടെ വാക്കാണ്? സഹീൽ തങ്ങളുടെ വാക്കാണ്. വലിയൊരു വാക്കാണ്. മാമിൻ വഖ്തിൻ, ഒരു സമയവുമില്ല, ഇല്ലാ വല്ലാഹു തആല മുത്തലിഉൻ ഫീഹി, ആ സമയത്ത് അല്ലാഹു നോക്കിയിട്ടല്ലാതെ അലാ ഖുലൂബി ഇബാദിഹി, അവന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കാത്തൊരു സമയവും അല്ലാഹുവിന് ഇല്ല. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുക, ലാസ്റ്റ് വരെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ എല്ലാവരും മനസ്സിലായില്ലേ? ജംഷീദേ ഒക്കെ നോക്കുക, എല്ലാവരും കേൾക്കണം ഈ പറഞ്ഞ വാക്ക്. ആരാത് പറയുന്നത്? സഹീൽ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, വലിയ മഹാനാണ് സഹീൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു. എന്താ അവർ പറഞ്ഞത്? മാമിൻ വഖ്തിൻ, ഒരു സമയവുമില്ല, ഇല്ലാ വല്ലാഹു തആല മുത്തലിഉൻ ഫീഹി, ആ സമയത്ത് അല്ലാഹു നോക്കിയിട്ടല്ലാത്ത ഒരു സമയവുമില്ല, അലാ ഖുലൂബി ഇബാദിഹി, അവന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കാത്ത ഒരു സമയമില്ല. സദാസമയം അല്ലാഹു എങ്ങോട്ട് നോക്കുന്നുണ്ട്? ഈ ഭൂമിയിൽ ഇപ്പോൾ 800 കോടി എന്നുണ്ട്, എല്ലാവരുടെ കൽബിലേക്ക് നോക്കുന്നുണ്ട്. അതിന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് അവൻ്റെ ഇബാദ്. അവരെ പ്രത്യേകിച്ചൊന്ന് നോക്കും. കാരണം അവർ മാറുന്നുണ്ടോ, അവർ പോകുന്നുണ്ടോ എന്ന് നോക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? അവൻ്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കാത്തൊരു സമയം അല്ലാഹുവിന് ഇല്ല. കഴിഞ്ഞിട്ടില്ല. ഫഅയ്യു ഖൽബിൻ, ഏതൊരു ഹൃദയവും റആ ഫീഹി ഹാജത്തൻ ഇലാ സിവാഹു, റആ ഫീഹി, ആ സമയത്ത് അള്ളാഹു കണ്ടു, ഹാജത്തൻ, ഒരാവശ്യത്തെ, ഇലാ സിവാഹു, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരാവശ്യം അവൻ്റെ ഹൃദയത്തിൽ കണ്ടാൽ, സല്ലത അലൈഹി ശൈത്താൻ, ആ സമയത്ത് അള്ളാഹു പിശാചിനെ ആ ഹൃദയത്തിൻ്റെ മേൽ അധികാരിയാക്കും. അതാണ് പ്രശ്നം. അപ്പം നമ്മൾ അകലാപ്പ കാരണം കിട്ടി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് അയാളെ കൊണ്ട് നടക്കുകയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് അയാളാണത് നടത്തി തരിക എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആ ഡോക്ടറെ കൊണ്ടാണ് എൻ്റെ രോഗം മാറുക എന്ന് വിചാരിച്ചിട്ടുണ്ട്. രോഗം മാറിയിട്ടുമുണ്ട്. പക്ഷെ നിന്റെ മനസ്സിൽ ആര് കയറിക്കൂടി? ഈ ഗൈറ് കയറിക്കൂടി. അതേ സമയത്ത് ഡോക്ടർ എടുത്തിച്ച് പോയി. അള്ളാഹു തആലക്ക് ചിലപ്പോൾ ശിഫയാക്കണ ഇയാളെ കൈകൊണ്ടായിരിക്കാം. അള്ളാഹു ഒരു സബബ് കൊണ്ടാണ് എല്ലാം ചെയ്യുക. ആ സബബ് ചിലപ്പോൾ ഇയാളായിരിക്കാം. എൻ്റെ രോഗം മാറി, ഇജ് മുഅ്മിനായി. മറ്റത് എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ ആരാളുള്ളത്? ശൈത്താൻ. ആ ശൈത്താനെ ഇജ് അറിയൂല. ആരോ ചെയ്തതല്ല, ചെയ്തതാണ്. മാമിൻ വഖ്തിൻ, ഒന്നുകൂടി പറയാം. അപ്പൊ ആരെയും കണക്കാക്കണ്ട. ആരെ കണക്കാക്ക്? അല്ലാഹു ബസ്, അത്ര തന്നെ, വേറൊന്നും അല്ലാഹു. മാമിൻ വഖ്തിൻ, എഴുതിച്ചില്ലേ നോക്ക്. മാമിൻ വഖ്തിൻ ഇല്ലാ വല്ലാഹു തആല മുത്തലിഉൻ ഫീഹി അലാ ഖുലൂബി ഇബാദിഹി. ഫഅയ്യു ഖൽബിൻ റആ ഫീഹി ഹാജത്തൻ ഇലാ സിവാഹു, അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരു ആവശ്യം കണ്ടു കഴിഞ്ഞാൽ, ഒരു ഫഅയ്യു ഖൽബിൻ, അപ്പോൾ ഏതൊരു ഖൽബ്? റആ ഫീഹി, ആ ഖൽബിൽ അല്ലാഹു കണ്ടു ഹാജത്തൻ,
ഒരു ആവശ്യത്തെ കണ്ടു, ഇലാ സിവാഹു, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരു ആവശ്യത്തെ കണ്ടു കഴിഞ്ഞാൽ സല്ലത അലൈഹി ശൈത്താന, ആ ഹൃദയത്തിന് മേൽ അള്ളാഹു തആല ആരെ അധികാരിയാക്കും? പിശാചിനെ. പിന്നെയോ വഹജബ അൻഹു മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ അല്ലാഹു തആല അവനെ തൊട്ട് മറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ കൽബിൽ ആര് കയറിക്കൂടും? പിശാച് കയറും. അള്ളാഹിനെ തൊട്ട് മറക്കും. നീ പിശാച് കയറിക്കും, അത് മറക്കും, അതുപോലെ അറിയില്ല. കൽബിലാരായിരിക്കും? പിശാച്. പിന്നെ അങ്ങനെ പോവും, ആകെ നാശവും. ഇപ്പം എനിക്ക് നിസ്കരിക്കാൻ വയ്യ. ആരോ എൻ്റെ മൂത്താപ്പാൻ്റെ പെണ്ണുങ്ങൾ മൂത്തമ്മ ചെയ്തതാ, എനിക്ക് നിസ്കരിക്കാൻ വയ്യ. മൂത്തമ്മ ചെയ്തതല്ല, ഒക്കെ ചെയ്തതാ. ഈ ആരിലേക്ക് പോയി? ഗൈറിലേക്ക് പോയി. ആ ഗൈറിലേക്ക് പോകാൻ പാടില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം നിങ്ങൾ മൊഹീദ്ദീൻ ഷേഖിലേക്ക് പോകൽ മൊഹീദ്ദീൻ ഷേഖിലേക്കല്ല, ആരിലേക്കാണ്? ഇനി മൊഹീദ്ദീൻ ഷേഖിലേക്ക് പോയാൽ കാഫിറാവും. എല്ലാം മൊഹീദ്ദീൻ ഷേഖാണെന്ന് വിചാരിച്ച ഓൻ്റെ പേര് സുന്നീനല്ല, ഓൻ്റെ പേര് കാഫിറാണ്. മൊഹീദ്ദീൻ ഷേഖ്, ഇബ്രാഹിം ഷേഖ്, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവരുടെ പിന്നാലെ കൂടിയ അവർ വഴി അള്ളാഹു നമ്മളെ കാര്യം സാധിപ്പിച്ചിരുന്ന് വിശ്വസിച്ചാൽ ജി മുഅ്മിനാണ്, ജി സുന്നിയാണ്. അതല്ല എനിക്കൊക്കെ മൊഹീദ്ദീൻ ഷേഖാന്ന് വിചാരിച്ചാൽ അപ്പോൾ ജി പടച്ചോനെ ഉണ്ടാക്കി. ആരാ പടച്ചോൻ? മൊഹീദ്ദീൻ ഷേഖ്, ഇബ്രാഹിം ഷേഖ്. അങ്ങനെ പറയണ്ട, അങ്ങനെ പറയാൻ മെനക്കെടണ്ട. ഞങ്ങളെ പഠിച്ചോം CM ആണ്, അങ്ങനെ പറയണ്ട. അത് അന്തൂസ് പറയുന്ന വർത്താനാണ്. അത് പറയണ്ട. എന്നാൽ CM വലിയ ആളല്ലേ? 100%. മറ്റു പറയണ്ട. പഠിച്ചോന് ആരുമില്ല, പഠിച്ചോനേ ഉള്ളൂ. സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ആ വാക്കുകൾക്കൊക്കെ. ഒന്നും പറയണ്ട. CM വലിയ ആളല്ലേ? തീർച്ചയായും. പക്ഷെ CM-ൽ നമ്മൾ കണ്ട് ആരുടെ കുതിരത്താണ്? അള്ളാഹുവിൻ്റെ. മുത്തുനബിയിൽ നമ്മൾ കണ്ട അള്ളാഹിൻ്റെ കുതിരത്താണ്. മുത്തുനബിയുടെ മഹത്വം അള്ളാഹിൻ്റെ റസൂലായി എന്നതാണ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ നബി അറിയാം. അതിൻ്റെ അപ്പുറത്തെ നമുക്ക് നബി അറിയില്ലല്ലോ. എന്തറിയും? നമ്മൾ റസൂലിനെ അറിഞ്ഞ എന്ത് നിലക്കാണ്? അവർ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹിൻ്റെ റസൂലാണ്. അള്ളാഹിൻ്റെ റസൂലോ അള്ളാഹിൻ്റെ ഒട്ടകത്തിന് ഓനെ ബഹുമാനിക്കണം. അപ്പൊ റസൂലിന്റെ മഹത്വം എത്രയിരിക്കും? ഒരു ജനതയെ അള്ളാഹുത്തെ നശിപ്പിച്ചെന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ ഒട്ടകത്തെ അനാദരിച്ചു. റസൂൽ الشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله سقياها فقال لهم ആ സമൂദ് ഗോത്രത്തോട് പറഞ്ഞു. ആര് പറഞ്ഞു? റസൂലുള്ളാഹ്. അവരുടെ റസൂലായ സ്വാലിഹ് പറഞ്ഞു, നാഖത്തല്ലാഹ്, എല്ലാരോടും കളിക്കും പോലെ അല്ലാഹു തആല ആ പാറക്കല്ലിൽ നിന്ന് അവന്റെ അടയാളമായി പുറപ്പെടുവിച്ചിരുന്ന ഒട്ടകമാണ്. തൊടരുത്, തൊട്ടുപോകരുത്. അതിന്റെ കുടിപാനീയത്തെ തൊടണ്ട, തൊട്ട വിവരറിയും. ആ സ്വാലിഹിന്റെ വാക്കിനെ അവർ കളവാക്കി. ആ ഒട്ടകത്തെ അവർ അറക്കുകയും ചെയ്തു. ഒരു ശിക്ഷ നടപ്പിലാക്കിയാൽ അതിന്റെ പര്യവസാനം എന്ത് എന്ന് അള്ളാഹുവിന് പേടിയില്ല. പോയടാ അവിടെ നിന്ന്. ഞങ്ങളോട് പറഞ്ഞാൽ ഇത് പേടിയാ, എന്റെ പേടിയിൽ കാട്ടോ, ഇവർ പോയാൽ പിന്നെ വരൂലേ. എന്ത് ശിക്ഷിച്ചാലും അതിന്റെ പര്യവസാനത്തെ അള്ളാഹുവിന് പേടിയില്ല. എന്തിനാ നശിപ്പിച്ചത്? എന്തിനാ നശിപ്പിച്ചത്? പറ, എന്തിനാ നശിപ്പിച്ചെന്താ? അവർ ആ ഒട്ടകത്തെ അറുത്തു. ഏതാടി ഒട്ടകം? ഖുർആനിൽ ഒരൊട്ടകത്തെ മാത്രമേ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ആ ഒട്ടകത്തെ. അപ്പോൾ റസൂലുള്ളാഹ് എന്നതിന്റെ വില എത്രയാ? അത് മനസ്സിലാക്കണോന്നാണ് സുന്നി. മനസ്സിലായില്ലേ? ഇതാണ് സുന്നിയുടെ മനസ്സിലാക്കൽ. ആ ഒട്ടകത്തിന്റെ വില, ആ ഒട്ടകത്തെ അറുത്തത്. ഒട്ടകത്തിനാ മടക്കണം. ഇതിനെ ഒട്ടകത്തിന് മടക്കണം. എന്താ ഇനി പൈനും ഞാൻ ക്ലാസ് എടുക്കണം. ഇതിനെ ഒട്ടകത്തിന് മടക്കണം.
ഒട്ടകത്തിനെ പടക്കുന്നത് അല്ല, ഒട്ടകത്തെ പടച്ച് പാല് തരാന്, കൂറ്റൻ്റെ പണിയെടുക്കാൻ, പിന്നെ എന്ത് ചെയ്യാൻ, അറുത്ത് തിന്നാൻ. ഒട്ടകത്തിന് എന്തിനാ പടച്ചതിനെന്തിനാ? ഒട്ടകത്തിനെ പടച്ചത് എന്തിനാ? അറക്കാനും തിന്നാനും തന്നെ. അതേ സമയത്ത് ഈ ഒട്ടകത്തെ പറ്റി സാലി നബി എന്ത് പറഞ്ഞു? ഞാക്കത്തുള്ളാ, അള്ളാന്റെ ഒട്ടകം കേട്ടാ, തൊട്ടെടുക്കണ്ട. അവരത് പരിഗണിച്ചില്ല, അവർ ആ ഒട്ടകത്തെ അറുത്തു. പിന്നെ അങ്ങോട്ട് പൊട്ടി പൊട്ടിയാക്കി. ഇങ്ങനെയൊക്കെ ചില പദങ്ങളുണ്ട്. പൊട്ടി പൊട്ടിയാക്കി, മനസ്സിലായി പറഞ്ഞ തന്നെ, പൊട്ടിച്ച് പൊട്ടി പൊട്ടിയാക്കി ആ ജനതയെ. ആ നാട് ഇടിച്ച് നിരപ്പാക്കി, മൂട്ടയെ കൊല്ലും പോലെ കൊന്നു ആ ജനതയെ. അല്ലാഹുവിന്റെ ഒട്ടകത്തെ പരിഗണിക്കാത്തവരെ കൊന്നാൽ അതിന്റെ പിന്നിലുള്ള നഷ്ടത്തെ അല്ലാഹുവിന് പേടിയില്ല. എന്ത് നഷ്ടമാക്ക്? എന്തേ അവരെ അല്ലാഹു നശിപ്പിച്ചത്? പറ, എന്തേ നശിപ്പിച്ചത്? 6000 ചില്ലാനായത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ അല്ലാഹുവിന്റെ ഒട്ടകം എന്ന ഒരു ജീവിയെ പറ്റി പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ ഒട്ടകാണ്. ഒട്ടകത്തിലേക്ക് നോക്കി ഒരൊറ്റ സ്ഥലത്ത് അല്ലാഹുവിന്റെ ഒട്ടകാണ്. അപ്പൊ ഒരു കുറ്റിപ്പന്തല് അള്ളാന്റെ അപ്പ പേടിയാണ്, അള്ളാന്റെ വീട് പേടിയാണ്, അള്ളാന്റെ റസൂല്, അള്ളാന്റെ വലി, അള്ളാന്റെ കിതാബ് അല്ലേ? പറ കുട്ടിയാ, അള്ളാന്റെ കിതാബ്, അള്ളാന്റെ റസൂല്, അള്ളാന്റെ വീട് പേടിയാ. മുത്തറസൂലിനെ മാത്രം, മുത്തറസൂൽ ആരെ റസൂല? അള്ളാന്റെ അപ്പ പേടി തന്നെ നമുക്ക്. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിനെ അവലംബിക്കുന്നത് ആരവലംബിക്കല? ശൈഖ് അബ്ദുൽ ഖാദിറിനെ അവലംബിക്കുന്നത് ആരവലംബിക്കുന്നതാ? അല്ലാഹ്. അതിന്റെ അപ്പുറത്തേക്ക് പോയാ കഫർ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആരെയും കണക്കാക്കണ്ട. ആരെ കണക്കാക്ക്? അല്ലാഹ്. ഒരു മുതലാളി എൻ്റെ കാര്യം നടത്തി തരുന്നു വിചാരിച്ച ഓടപ്പണി നോക്കിയിട്ട് രാത്രി ഉണ്ണുകയും രാവിലെ വിസർജിച്ചിട്ടില്ലെങ്കിൽ ആശുപത്രിക്ക് പായുകയും ചെയ്യുന്ന ഈ കോമയായ മുതലാളിന്റെ പിന്നാലെ നടക്കണം. എന്തിനാണ് എങ്ങായി? 2006 തുടങ്ങിയത്. ഇന്ന് വരെ ഒരു മുതലാളിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കൂല. ഞാൻ മരിക്കണവരെ നിൽക്കൂല. ദാറുൽ ഖുർആന് വേണ്ടി ഒരാളെ മുന്നിൽ വളയില്ല. അള്ളാഹ് കണക്കാക്കും. അത്രയേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുത്തനെ പിടിച്ചാൽ കരുത്തനെ പിടിക്കുക. ഏറ്റവും കരുത്തൻ ആരാണ്? അവന്റെ അടിമയാകാൻ, അവന്റെ ആളാകാൻ, അവന്റെ ആളുകളെ ബഹുമാനിക്കാൻ. ഇപ്പൊ ആരും നമുക്ക് പേടിയാ. തൃപ്പഞ്ചു അഹമ്മദ് മുസ്ലിയാർ നമുക്കൊരു പേടിയാ. എന്തുകൊണ്ട് പേടിയാ? അള്ളാഹുന്റെ വലിയാണ്. അമ്പർത്തങ്ങൾ പാപ്പ പേടിയാണ്. എന്താ പേടി? അള്ളാന്റെ വലിയാണ്. അപ്പൊ പേടിയാ, അത് പേടിയാ. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ കസേരയിൽ ഇരുന്നിട്ടില്ല. സയ്യിദ് ഹൈദർ അലി ശിഹാബിന്റെ മുന്നിൽ ഞാൻ കസേരയിൽ ഇരുന്നിട്ടില്ല. കുട്ടിക്കാലത്ത്, ചെറുപ്പകാലത്ത്, അന്തല്ലാത്ത കാലത്ത്. പിന്നെ അന്തം വന്നു. അത് അള്ളാന്റെ ഒരാളാണ്. അതിനെ ശരിയില്ല. നിലത്ത് തറയിലൊന്നുമില്ല. നിങ്ങൾക്ക് കാർപ്പറ്റില്ലേ? ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? നല്ല എന്താ പറയാ, മറ്റേ ആ വീട്ടിലുള്ള ടൈൽസ്, ആ ടൈൽസിന് മേലെ ഇരിക്കും. എന്നിട്ട് ആ 2 കാലും ഇങ്ങനെ പിടിക്കും. 2 കാലും പിടിച്ചിട്ട് കാര്യം കണ്ണുനീര് കൊണ്ട് എത്രയോ നേരത്ത് ദിവസം ഞാൻ ആ മനുഷ്യന്റെ കാലുമേൽ കണ്ണുനീര് വെച്ചിട്ടുണ്ട്. എത്രയോ വട്ടം. എന്തുകൊണ്ട്? അത് അള്ളാന്റെ ഒരാളാണ്. നിക്കതർ അള്ളാന്റെ ആളാണ്. അങ്ങനെ ആരെപ്പറ്റി തോന്നിയാലും ഒരൊക്കെ കളിയാൻ എനിക്ക് തോന്നണം. അള്ളാനോ നാട്ടിലെ പണിയാൻ കഴിയും. ربنا عليك توكلنا وإليك أنبنا وإليك المصير. അള്ളാഹിനെ പിടിച്ചോളി. അള്ളാഹുവിലേക്കാണ് അഭയം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.